വെള്ളത്തിന് മീതെ നടക്കാൻ കഴിവുണ്ടായിരുന്ന ദിവ്യന്മാരെ കുറിച്ച് കഥകളിലും പുരാണങ്ങളിലും എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ട്. എന്നാൽ യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു ജീവി ഉണ്ടെന്ന് അറിയാമോ? അതെ, തെക്കേ അമേരിക്കയിലെയോ അല്ലെങ്കിൽ സെൻട്രൽ അമേരിക്കയിലെയോ കാടുകളിൽ ഇതിന് കഴിവുള്ള, വെള്ളത്തിന് മീതെ നടക്കാൻ കഴിവുള്ള, ഓടാൻ കഴിവുള്ള ഒരു ജീവിയുണ്ട്. കോമൺ ബാസിലിസ്ക് അല്ലെങ്കിൽ പ്ലൂംഡ് ബാസിലിസ്ക് എന്നെല്ലാം അറിയപ്പെടുന്ന ഒരു ജീവി. ഏറ്റവും സാധാരണയായി ഇതറിയപ്പെടുന്നത് ജീസസ് ക്രൈസ്റ്റ് ലിസാർഡ് എന്നാണ്. ജീവികൾക്ക് നടക്കാൻ അല്ലെങ്കിൽ ഓടാൻ, അതായത് ചലിക്കാനുള്ള കഴിവിനെ കുറിച്ചുള്ള നമ്മുടെ ധാരണകളെയും നമ്മുടെ അറിവിനെയും മുഴുവൻ തകർക്കുന്നതാണ് ബാസിലിസ്ക് ലിസാർഡിന്റെ വെള്ളത്തിന് മീതെയുള്ള നടത്തം. സാധാരണക്കാർക്കും ശാസ്ത്രജ്ഞർക്കും എല്ലാം ഒരുപോലെ കൗതുകമാണ് ഈ ജീവിയുടെ ഈ പ്രത്യേകത. നമ്മുടെ നാട്ടിൽ കാണപ്പെടുന്ന ഓന്ത് പല്ലി വർഗത്തിൽപ്പെടുന്നതാണ് ഈ ജീവി. ബാസിലിസ്ക് ലിസാർഡ് എന്ന ഈ ഓന്തിന് വെള്ളത്തിൽ നടക്കുകയല്ല, ശരിക്കും ഓടാനുള്ള കഴിവ് എങ്ങനെയാണ് കിട്ടിയത്? എന്താണ് ഇതിന് പിന്നിലെ ശാസ്ത്ര തത്വം? മറ്റ് നാൽക്കാലിയായ ജീവികൾക്ക് എന്തുകൊണ്ടാണ് ഇതിന് കഴിയാത്തത്? തന്നെയുമല്ല, ബയോ റോബോട്ടിക്സ് എന്ന ശാസ്ത്രശാഖയിൽ ബാസിലിസ്ക് ലിസാർഡിന്റെ ഈ നടപ്പിന്റെ കഴിവിനെ ആധാരമാക്കിയിട്ടുമുണ്ട്. ഇതിന്റെ വിശേഷങ്ങളും കൗതുകങ്ങളുമാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. നമസ്കാരം, ചെറുതല്ല കാര്യത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കോറിറ്റോഫാനിഡെ എന്ന ഫാമിലിയിൽ ബാസിലിസ്കസ് എന്ന ജീനസിൽ പെടുന്നതാണ് ബാസിലിസ്ക് ലിസാർഡ് എന്ന ഈ പല്ലി അല്ലെങ്കിൽ ഈ ജീവി. പല്ലി അല്ലെങ്കിൽ ഓന്ത് എന്ന് പറയുമ്പോഴേ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും, ഇത് റെപ്റ്റൈലുകൾ അഥവാ ഉരകവർഗത്തിൽപ്പെടുന്ന ഒരു ജീവിയാണ്. തല മുതൽ വാലിന്റെ അറ്റം വരെ ഏതാനും ഇഞ്ചുകൾ മുതൽ അങ്ങേയറ്റം മാക്സിമം 90 സെന്റിമീറ്റർ വരെ നീളം വയ്ക്കുന്നതാണ് ബാസിലിസ്ക് ലിസാർഡ്. ബാസിലിസ്ക് ലിസാർഡിലെ ആണുങ്ങൾക്ക് പെണ്ണുങ്ങളെ അപേക്ഷിച്ച് തലയിലും അതുപോലെ മുതുകത്തും ക്രസ്റ്റ് ഉണ്ട്. നമ്മുടെ പൂവങ്കോഴിയുടെ തലയിൽ കാണുന്ന തൊപ്പി പോലെ. അതുപോലെ ഒരു സ്കിൻ ഫോൾഡ് ഇതിന്റെ തലയിലും മുതുകത്തും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഈ ജീവികളിലെ ആൺ പെൺ ലിംഗവ്യത്യാസം നമുക്ക് വളരെ വേഗം മനസ്സിലാകും. തെക്കേ അമേരിക്കയുടെയും മധ്യ അമേരിക്കയുടെയും പടിഞ്ഞാറ് ഭാഗത്ത് നിക്കരാഗു മുതൽ കൊളംബിയ വരെയും കിഴക്കൻ ഭാഗത്ത് പനാമ മുതൽ വെനസ്വേല വരെയും ഉള്ള വനങ്ങളിൽ ഈ ജീവികളുടെ സാന്നിധ്യം കണ്ടെത്തിയിട്ടുണ്ട്. സമുദ്രനിരപ്പിൽ നിന്നും ഏതാണ്ട് 600 മീറ്റർ വരെ ഉയരമുള്ള ട്രോപ്പിക്കൽ വനമേഖലയിലാണ് ഇവർ കാണപ്പെടുന്നത്. മരങ്ങളിൽ താമസിക്കാൻ ഇഷ്ടപ്പെടുന്ന സെമി അർബോറിയൽ ആയിട്ടുള്ള അതുപോലെ തന്നെ സെമി അക്വാട്ടിക് ആയിട്ടുള്ള ഈ ജീവികളെ മിക്കവാറും വെള്ളത്തിന്റെ പരിസരങ്ങളിൽ തന്നെ അടുക്കി കാണപ്പെടുക. രാത്രികാലമായാൽ മരങ്ങളിൽ ഏകദേശം 20 മീറ്ററോളം ഉയരങ്ങളിലാണ് ഇവർ താവളം ഉറപ്പിക്കുന്നത്. മിശ്രഭോജികളാണ് ബാസിലിസ്ക് ലിസാർഡ് എന്ന് പറയാം. എന്നാലും പ്രായത്തിനനുസരിച്ച് ഇവരുടെ ഭക്ഷണ രീതിയിൽ മാറ്റം വരുന്നതായിട്ടും കണ്ടിട്ടുണ്ട്. ചെറിയ പ്രായത്തിൽ പുൽച്ചാടി, ചീവീട് മുതലായ പ്രാണികളെ തിന്ന് ജീവിക്കുന്ന ഈ കൂട്ടർ പ്രായമാകുന്നതോടുകൂടി ചെറിയ പല്ലികൾ, പാമ്പ്, പക്ഷികൾ, ചിലപ്പോൾ സസ്തനികളായ ജീവികളെ വരെ പിടിച്ചു തിന്നുന്നതായി കണ്ടിട്ടുണ്ട്. മിശ്രഭോജികൾ ആയതിനാൽ തന്നെ പഴങ്ങൾ, പൂക്കൾ, ഇലകൾ എന്നിവയും ഈ കൂട്ടർ ഭക്ഷിക്കും. മറ്റ് ജീവികളെ പിടിച്ച് തിന്നാറുണ്ട് എങ്കിലും ബാസിലിസ്ക് ലിസാർഡിനും ചില ജീവികളിൽ നിന്ന് ഭീഷണി നേരിടാറുണ്ട്. തങ്ങളെ ആക്രമിക്കുന്ന അല്ലെങ്കിൽ പിടിച്ച് ഭക്ഷിക്കാൻ വരുന്ന ജീവികളിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ബാസിലിസ്ക് ലിസാർഡുകൾ പല വിദ്യകളും പ്രയോഗിക്കാറുണ്ട്. കാമോഫ്ലാഷ് ചെയ്യുക, അതായത് ചുറ്റുപാടുകളോട് ഇണങ്ങി അതിനോട് പൊരുത്തപ്പെട്ടുകൊണ്ട് ശത്രുവിന്റെ കണ്ണിൽ പെടാതെ ഒളിച്ചിരിക്കുക, ചലിക്കാതെ ഒരുപാട് സമയം ഒരിടത്ത് തന്നെ ഇരിക്കുക, അതുവഴി ശത്രുക്കളെ തെറ്റിദ്ധരിപ്പിക്കുക എന്നതെല്ലാം ബാസിലിസ്ക് ലിസാർഡുകൾ ചെയ്യുന്ന ചില സൂത്രവിദ്യകളാണ്. അക്കൂട്ടത്തിൽ ഒന്നാണ് അതിവേഗത്തിൽ ഓടിപ്പോവുക എന്നുള്ളത്. വെള്ളവുമായുള്ള ചുറ്റുപാടിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ ഇങ്ങനെ രക്ഷപ്പെട്ടോടുന്നത് മിക്കവാറും വെള്ളത്തിലൂടെ ആയിരിക്കുകയും ചെയ്യും. അതാണ് നമ്മളെ അതിശയിപ്പിക്കുന്ന ഓട്ടമായി. കഥകളിൽ നമ്മൾ വായിച്ചു കേട്ടിട്ടുള്ള മാന്ത്രികതയോ അല്ലെങ്കിൽ ദിവ്യത്വമോ ഒന്നുമല്ല ഇത്. പകരം ആ ജീവി പ്രയോഗത്തിൽ വരുത്തുന്ന ബയോ മെക്കാനിക്കൽ പ്രത്യേകതയും അതുപോലെ ജലത്തിന്റെ ഫ്ലൂയിഡ് ഡൈനാമിക്സുമാണ്. ബാസിലിസ്ക് ലിസാർഡ് വെള്ളത്തിന് മീതെ അതിവേഗത്തിൽ ഓടുന്നതിന്റെ ശാസ്ത്ര തത്വം അറിയണമെങ്കിൽ, മനസ്സിലാക്കണമെങ്കിൽ മനുഷ്യരുൾപ്പെടെയുള്ള നാൽക്കാലികൾ, ടെട്രാപോഡുകൾ, അവയുടെ ചലനത്തിന്റെ ശാസ്ത്രം നമ്മൾ ഇന്ന് അറിയേണ്ടതുണ്ട്. ഇത്തരം ജീവികൾ തറയിൽ പദമൂന്നി നടക്കുമ്പോൾ, കാലൂന്നി നടക്കുമ്പോൾ ആ ജീവികൾ തറയിൽ പ്രയോഗിക്കുന്ന മർദ്ദവുമുണ്ട്. അതോടൊപ്പം തന്നെ ആ കട്ടിയേറിയ തറ അല്ലെങ്കിൽ മണ്ണ് അവയ്ക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ടുമുണ്ട്. ഈ രണ്ട് പ്രവർത്തനങ്ങൾ വെച്ച് നോക്കുമ്പോൾ തറയിലുള്ള ജീവികൾ നടക്കുന്ന കൈനമാറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സ്പ്രിംഗ് ആക്ഷൻ സപ്പോർട്ട് വഴിയാണെന്ന് നമുക്ക് പറയാം. അതുപോലെ തന്നെ ഒരു ഫാൾ ആൻഡ് ഫെച്ച് മെക്കാനിസം വർക്ക് ചെയ്യുന്നതായിട്ടും കാണാം. എന്നാൽ തറ പോലെ അല്ലെങ്കിൽ മണ്ണ് പോലെ കട്ടിയുള്ളതല്ല ജലം. അതുകൊണ്ട് തന്നെ കരയിലുള്ള ജീവികൾ നടക്കുമ്പോൾ മണ്ണ് അല്ലെങ്കിൽ സബ്സ്ട്രേറ്റും അവർക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ബാസിലിസ്ക് ലിസാർഡിന് ജലം കൊടുക്കുകയുമില്ല. വെള്ളത്തിന് മീതെ നടക്കുന്ന പല ചെറുജീവികളെ നമുക്കറിയാം, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഉദാഹരണത്തിന് വെള്ളത്തിലാശ.
പക്ഷെ വെള്ളത്തിലാശാന്റെ പ്രത്യേകത ഇത് ഒരു പ്രാണിവർഗത്തിൽപ്പെടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭാരം കുറവാണ്. ഭാരക്കുറവും അവയുടെ വിസ്തൃതമായ കാലുകളും ഉപയോഗിച്ച് വെള്ളത്തിന്റെ സർഫസ് ടെൻഷൻ, പ്രതലബലം എന്ന തത്വത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് വെള്ളത്തിലാശാൻ അല്ലെങ്കിൽ വാട്ടർ സ്ട്രൈഡർ എന്ന ജീവി വെള്ളത്തിന് മുകളിൽ നിൽക്കുകയോ നടക്കുകയോ ഓടുകയോ ഒക്കെ ചെയ്യുന്നത്. എന്നാൽ നമ്മുടെ കഥാനായകൻ ഒരു പ്രാണിവർഗത്തിൽപ്പെടുന്ന ജീവിയല്ല, ഭാരക്കൂടുതലുണ്ട്. അതുകൊണ്ട് ഈ വിദ്യ അവിടെ വിലപ്പോവില്ല. പകരം വെള്ളത്തിലൂടെ ഓടാൻ ഇവർ ഉപയോഗിക്കുന്നത് സ്ലാപ്പ് സ്ട്രോക്ക് മെത്തേഡാണ്. എന്താണെന്ന് വിശദമായിട്ട് നോക്കാം. ഒന്നാമത്തെ സ്റ്റെപ്പ് അല്ലെങ്കിൽ ഒന്നാമത്തെ ഫേസ് ആണ് സ്ലാപ്പ് ഫേസ്. 2 കാല് ഉപയോഗിച്ചാണ് ഇവർ വെള്ളത്തിലൂടെ ഓടുന്നത്. കാല് വെള്ളത്തിലേക്ക് അടിച്ചു വെക്കുന്നതാണ് സ്ലാപ്പ് ഫേസ് എന്ന വാക്കുകൊണ്ട് ഇതിനെ ഉദ്ദേശിക്കുന്നത്. അതിവേഗത്തിലുള്ള ഈ ചലനം വെള്ളത്തിനെതിരെ ഒരു വെർട്ടിക്കൽ ഫോഴ്സ് പ്രയോഗിക്കുകയാണ് ചെയ്യുക. വെള്ളത്തിലേക്ക് അടിച്ചു വെച്ച ആ കാല് വെള്ളം വന്ന് മൂടുന്നതിന് മുമ്പ് അല്ലെങ്കിൽ വെള്ളത്തിൽ ആഴ്ന്നു പോകുന്നതിന് മുമ്പ് തിരിച്ചെടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതാണ് സ്ട്രോക്ക് ഫേസ്. വെള്ളത്തിലേക്ക് അടിച്ചു വെച്ച ആദ്യത്തെ കാല് പിന്നാക്കം തുഴഞ്ഞു മാറുന്നതാണ് ഇത്. ഇവിടെ കാല് ശരിക്കും ഒരു തുഴ പോലെ വർത്തിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, കാൽപാദത്തിന് അടിയിൽ രൂപം കൊണ്ടിരിക്കുന്ന ഒരു എയർ സ്പേസ് ആണ്, ഒരു എയർ പോക്കറ്റ് ആണ്. ഈ എയർ പോക്കറ്റ് ശരിക്കും പറഞ്ഞാൽ ഈ ബാസിലിസ്ക് ലിസാർഡിന് മുങ്ങിപ്പോകാതിരിക്കാൻ, വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ മുകളിലേക്ക് ഒരു ബോയിന്റ് ഫോഴ്സ് കൊടുക്കുകയും ചെയ്യും. മറ്റു രീതിയിൽ പറഞ്ഞാൽ ഇങ്ങനെ ഉണ്ടാകുന്ന ആ എയർ പോക്കറ്റ് ആണ് കാലിനെ വെള്ളം വന്ന് മൂടാതിരിക്കാൻ സഹായിക്കുന്നത്. മൂന്നാമത്തെയും അവസാനത്തെയും സ്റ്റെപ്പാണ് റിക്കവറി ഫേസ്. ഇവിടെ വെള്ളത്തിൽ നിന്ന് ആ കാല് പുറത്തേക്ക് എടുക്കുകയും അടുത്ത സ്ലാപ്പ് സ്ട്രോക്ക് ഫേസിന് തയ്യാറെടുക്കുകയും ചെയ്യുകയാണ് ചെയ്യുക. വീണ്ടും അടുത്ത കാലിൽ ഈ 3 പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ 2 കാലിലുമായി മാറി മാറി നടക്കുന്ന ഈ ഒരു സ്ലാപ്പ് സ്ട്രോക്ക് റിക്കവറി ഫേസ് മില്ലി സെക്കൻഡുകളുടെ വേഗത്തിലാണ് നടക്കുക. ഈ ജീവിക്ക് വെള്ളത്തിൽ ഓടാൻ സഹായിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തത്വമാണ് ഇത്. ഇതോടൊപ്പം ഈ ജീവിക്ക് വെള്ളത്തിൽ ഓടാൻ സഹായകമാകുന്ന മറ്റു ചില ഘടകങ്ങൾ കൂടിയുണ്ട്. ഇവയുടെ കാലിലെ ശൽക്കങ്ങളും വിരലുകളും അല്പം വിസ്തൃതമാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ കാലുകൾക്ക് അല്പം കൂടുതൽ സർഫസ് ഏരിയ കിട്ടും. ഇതും കാലുകൾ പെട്ടെന്ന് വെള്ളത്തിൽ മുങ്ങിപ്പോകാതിരിക്കാൻ ഇവയെ സഹായിക്കും. മറ്റൊന്ന്, ഓടുമ്പോൾ ഉള്ള ഇവയുടെ ശരീരത്തിന്റെ ഒരു പ്രത്യേക ഡൈനാമിക് മൂവ്മെന്റ് ആണ്. ഓടുമ്പോൾ ഇവയുടെ ശരീരത്തിന്റെ പിൻഭാഗം ഇരുവശത്തേക്കും അതിവേഗത്തിൽ, സാധാരണയിൽ കൂടുതൽ സ്വിംഗ് ചെയ്യുന്നു അല്ലെങ്കിൽ ചലിക്കുന്നത് കൊണ്ട് തന്നെ കാലുകളുടെ വേഗത്തിലുള്ള മൂവ്മെന്റ് ഇവയ്ക്ക് സാധ്യമാകുന്നു. ഇതും വെള്ളത്തിൽ മുങ്ങിപ്പോകാതെ ഓടാൻ ഇവയെ സഹായിക്കുന്ന ഒരു ഘടകമാണ്. വെള്ളത്തിന് മീതെയുള്ള ഇവരുടെ അതിവേഗത്തിലെ ഓട്ടം കൊണ്ട് ശ്രദ്ധ പിടിച്ചു പറ്റിയവരാണെങ്കിലും പ്രകൃതിയിൽ, എക്കോളജിയിൽ ഇവർക്ക് ഉള്ള സ്ഥാനം അതിവിശിഷ്ടമാണ്. മിശ്രഭോജികൾ ആയതുകൊണ്ട് തന്നെ സസ്യങ്ങളിലും ജന്തുക്കളിലും പെടുന്ന പല ജീവികളെ തിന്നുകയും അതുവഴി ഭക്ഷ്യശൃംഖലയുടെ ഒരു ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ടും സഹായിക്കുന്ന കൂട്ടരാണ് ബാസിലിസ്ക് ലിസാർഡുകൾ. ഇത്രയും ഗംഭീരമായ ഒരു രക്ഷപ്പെടൽ തന്ത്രം ഉള്ളതുകൊണ്ട് ബാസിലിസ്ക് ലിസാർഡുകൾക്ക് പ്രെഡേറ്റേഴ്സ് അല്ലെങ്കിൽ ശത്രുക്കൾ ഇല്ലാന്ന് വിചാരിക്കണ്ട. പാമ്പുകൾ, പക്ഷികൾ, ചിലതരം സസ്തനികൾ തുടങ്ങി തക്കം കിട്ടിയാൽ ഇവരെ പിടിച്ചു തിന്നാനുള്ള ധാരാളം പ്രെഡേറ്റേഴ്സ്, ശത്രുക്കൾ ഇവർക്കുണ്ട്. ബാസിലിസ്ക് ലിസാർഡിന് വെള്ളത്തിന് മുകളിലൂടെ അതിവേഗം ഓടാനുള്ള ഈ കഴിവ് ഇപ്പോൾ ബയോ റോബോട്ടിക്സ് ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ ശ്രദ്ധ നേടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വാർത്ത. ഈ ജീവികളുടെ ചലന തത്വം കൈനമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് സ്വായത്തമാക്കിക്കൊണ്ട് വെള്ളത്തിലും കരയിലും ഒരുപോലെ ചലിക്കാൻ ശേഷിയുള്ള, പ്രവർത്തിപ്പിക്കാൻ പറ്റുന്ന തരത്തിലുള്ള റോബോട്ടുകൾ സൃഷ്ടിക്കാനാണ് ശാസ്ത്രജ്ഞരുടെ ശ്രമം. അതിൽ ഏകദേശം വിജയിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയുകയും ചെയ്യാം. ആംഫിസ്റ്റാർ എന്ന് പേരിട്ടിരിക്കുന്ന ഇത്തരത്തിലുള്ള റോബോട്ടിന്റെ, ഒരു ആംഫിബിയസ് റോബോട്ടിന്റെ ഒരു പ്രോട്ടോടൈപ്പ് ഇപ്പോൾ ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിരിക്കുകയാണ്. ഈ റോബോട്ടിന്റെ ചലനതത്വം ബാസിലിസ്ക് ലിസാർഡിന് സമാനമാണ്. ഇവയുടെ മാത്രമല്ല മറ്റ് പല ജീവികളുടെയും ചലനതത്വം ഉപയോഗിച്ചുകൊണ്ട്, കൈനമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് പലതരത്തിലുള്ള റോബോട്ടുകൾ ശാസ്ത്രജ്ഞർ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ലോകത്തിൽ പലയിടത്തായി. വെള്ളത്തിന് മീതെ അതിവേഗത്തിൽ ഓടാനുള്ള ഈ ജീവികളുടെ കഴിവ് അതികൗതുകകരമായ ഒരു പ്രകൃതി വൈഭവമാണ്. പ്രകൃതിയിൽ ജീവികൾ കാണിക്കുന്ന അഡാപ്റ്റേഷന്റെ, അതിജീവനത്തിന്റെ, ഇനിയും കണ്ടുപിടിക്കപ്പെടാതെ മറിഞ്ഞുകിടക്കുന്ന, കണ്ടുപിടിക്കാൻ ധാരാളമുള്ള പ്രകൃതിയുടെ അതിചാതുരികളിൽ ഒന്ന് മാത്രമാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.